പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള ആ കുട്ടിയോടുള്ള അനുകമ്പ, ആ കുട്ടിയോടുള്ള സ്നേഹം, അതൊന്നും ഒരു മാറ്റവുമില്ല. നമ്മൾ അന്ന് അങ്ങനെ നിന്നു, അതനുസരിച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും. അതിലെന്തൊരു ചോദ്യമാണ് അതിനകത്ത്? അതങ്ങനെ മാറുന്ന കാര്യമാണോ? അതൊന്നും ഒരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ. പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു. അതിനകത്ത് നമുക്കിപ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൽ ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഒറ്റ ചോദ്യം കൂടി, താങ്കൾ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം. ആ എസ്കേപ്പിസത്തെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു ചോദ്യം. ആരുടെ? ഇപ്പൊ താങ്കൾ പറഞ്ഞു തലപ്പത്ത് മോഹൻലാൽ ആയിരുന്നെങ്കിൽ ഏത് നിലയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടേനെ. ഇപ്പൊ ഉള്ളവര് മറുപടി പറയേണ്ടത് ഇപ്പൊ തലപ്പത്തിരിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവർ അവർ മറുപടി പറയും. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ എല്ലാം ഒരു വികാരമാണ്. ഇപ്പൊ ഈ മഹാരാജാസ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ആരുണ്ടെങ്കിൽ അറിയാം, അതൊരു മഹാരാജാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അപ്പോൾ അതിന്റെ തലപ്പത്ത് ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവരതിന് ഉത്തരം പറയും. ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അവരതിന് അനുകൂലമായ ഉത്തരം പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിധി വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് സംവിധായകൻ വിനയം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റമുക്തനാക്കിയ നിലയ്ക്ക് തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ പല സംഘടനകളും ധൃതി പിടിച്ച് തിരിച്ചെടുക്കുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ പുറത്താക്കിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചെടുക്കാൻ ധൃതി കാണിക്കുന്നു എന്നൊരു അഭിപ്രായമാണ്. അത്തരം കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നുണ്ട്. എന്തായാലും വിധി വന്നല്ലോ, കുറ്റമുക്തനാണ് ദിലീപ് എന്ന കാര്യത്തിൽ. അല്ല, അതിനകത്ത് എന്ന് വെച്ചാൽ ഓരോ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവര് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. അവിടെ ഇപ്പൊ ഞാനോ നിങ്ങളോ നമ്മുടെ പൊങ്കാല ടീമോ അല്ല തീരുമാനിക്കേണ്ടത്. കാരണം അത് അദ്ദേഹത്തിന് എത്ര പെട്ടെന്ന് പുറത്താക്കിയോ ഇല്ലേ, പുറത്താക്കാൻ കാണിച്ച വ്യഗ്രതയുണ്ടല്ലോ, ഇതുപോലെ തന്നെയായിരിക്കും അവർ തിരിച്ചെടുക്കുന്നത്. അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ല, ആ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനങ്ങളല്ലേ. അതിൽ നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. അത് പറയാൻ തെറ്റാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ ഒരു വിധിന്യായത്തെ മാനിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഇത്. പിന്നെ നമുക്ക് ആ കുട്ടിയോടുള്ള അനുകമ്പ, ആ കുട്ടിയോടുള്ള സ്നേഹം, അതൊന്നും ഒരു മാറ്റവുമില്ല. നമ്മൾ അന്ന് അങ്ങനെ നിന്നു, അതനുസരിച്ച് തന്നെ ആയിരിക്കും ഇപ്പോഴും. അതിലെന്തൊരു ചോദ്യമാണ് അതിനകത്ത്? അതങ്ങനെ മാറുന്ന കാര്യമാണോ? അതൊന്നും ഒരിക്കലും മാറുന്ന കാര്യമല്ലല്ലോ. പക്ഷെ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു. അതിനകത്ത് നമുക്കിപ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൽ ഏത് വശമാണ് സത്യം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്, ഇല്ലേ? ഇപ്പൊ നമുക്കൊരു വിധി വന്നു, ആ വിധിയെ നമ്മൾ മാനിക്കുന്നു. നമുക്ക് നോക്കാം. അന്നും അതിജീവിതമായിട്ട് താങ്കൾ ഫോണിലൊക്കെ സംസാരിച്ച ഒരു വ്യക്തിയാണ്. ആ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ അതിജീവിതമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ ചെയ്തില്ല, താങ്കൾ വ്യക്തി എന്ന നിലയിൽ? ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ, ഞാൻ ഡെറാഡൂണിലായിരുന്നു. ഞാൻ സംസാരിച്ചിട്ടില്ല. എന്ത് സംസാരിക്കാനാന്നേ, ഇല്ലേ? നമ്മളതിനകത്ത് വരട്ടെ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല അല്ലേ? കലങ്ങിയില്ല.